കഴിഞ്ഞ 10 വർഷമായി അവർ പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഇനി അവർക്കൊരു ഭരണം കിട്ടിയില്ലെങ്കിൽ പക്ഷേ സംഭവിക്കാൻ പോകുന്നത് അതിനകത്തെ പല വ്യക്തികളും BJPയിലേക്ക് പോകും. അന്ന് സീനിയർ നേതാക്കൾ മത്സരിച്ചു കഴിഞ്ഞാൽ അവർ ഒരു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാം. അതുകൊണ്ട് വെട്ടി നിരത്തപ്പെട്ട 2 നേതാക്കളുണ്ട്, ശ്രീ തോമസ് ഐസക്, ശ്രീ ജി സുധാകരൻ. രാഹുൽ ഗാന്ധി നോർത്ത് ഇന്ത്യ ജയിക്കത്തില്ലെന്ന് ശ്രീ ഉമ്മൻചാണ്ടിക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് എവിടെ കൊണ്ടുവന്നത്, വയനാട്ടിൽ കൊണ്ടുവന്നത്. സിദ്ദിഖിന് വെച്ചിരുന്ന സീറ്റ്. ഉമ്മൻചാണ്ടി ഭയങ്കര ക്ലവർ മാനാണ്. ഈ O രാജഗോപാൽ എന്ന് പറഞ്ഞ മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ എല്ലാവരും ബഹുമാനിക്കുന്നു. അവര് ഇവിടെ ഉള്ളവരും ബാക്കിയുള്ളവരും അദ്ദേഹത്തെ O രാജഗോപാൽ ജി എന്നല്ല വിളിക്കുന്ന, എല്ലാവരും രാജേട്ട. ഒന്ന് തിരുവനന്തപുരവും വരുന്നു, ആറ്റിങ്ങലും വരുന്നു. പക്ഷെ ഈ രണ്ടിടത്തും നിയമസഭാ ഇലക്ഷന് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിനാണ്. പക്ഷെ ഇലക്ഷൻ വന്നപ്പോൾ ശശി തരൂരും അടൂർ പ്രകാശും ഈസി വാക്ക് ഓവർ, 2 പേരും ജയിച്ചു കയറിപ്പോയി. അപ്പൊ ജനം ചിന്തിക്കുന്നത് കേരളത്തിന്റെ ഭരണം ഒരു ചിന്താഗതി, കേന്ദ്ര ഭരണം ഇങ്ങനാണ് ചിന്തിക്കുന്നത്. ഇതായി മാൻഡേറ്റ്, അത് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളെ കുറച്ച് വാർത്തകളോ ആരോപണങ്ങളോ കണ്ടിട്ടൊന്നും വോട്ടിങ്ങിന്റെ പാറ്റേൺ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഏപ്രിൽ 9-ാം തീയതിക്ക് വേണ്ടി എല്ലാ മലയാളികളും കാത്തിരിക്കുക. എന്താണ് 9-ാം തീയതി നടക്കാൻ പോകുന്നത്? തുടർന്നുള്ള ജനവിധി എന്തായിത്തീരും? കേരളം ഇനി ആര് ഭരിക്കും? അങ്ങനെയുള്ള പല തരത്തിലുള്ള ചിന്തകളിലാണ് ഇന്ന് മലയാളികൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. മലയാളികൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുള്ള സകലരും കേരളത്തിൻ്റെ ഇലക്ഷനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷത്തിൽ നടന്ന നിലമ്പൂർ ബൈ ഇലക്ഷനിൽ പ്രിയ കർത്താമരദാസൻ പറഞ്ഞ ചില കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ചില വീക്ഷണങ്ങളും വളരെ കൃത്യമായി തന്നെ അവിടെ നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എനിക്ക് തോന്നുന്നു വളരെയധികം പേർ, വളരെ പ്രശസ്തരായ പലരും ആ വീഡിയോ കാണുകയും പ്രിയ കർത്താമരദാസനോട് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ ഈ എപ്പിസോഡിൽ നമുക്ക് ഈ വരാൻ പോകുന്ന ഇലക്ഷനെക്കുറിച്ച് നമുക്ക് കാണാം, കേൾക്കാം. എല്ലാവരെയും ക്രിസ്ത്യൻ ഗാരേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ക്രിസ്ത്യൻ ഗാരേജ്. ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്ന പ്രിയ കർത്താമരദാസൻ പാസ്റ്റർ സജു ചാത്തന്നൂർ അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ക്രിസ്ത്യൻ ഗാരേജിൽ കൂടി ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളുടേതായ വിനീതമായ സ്നേഹവന്ദനത്തെ രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് ഞങ്ങൾ ഈ തിരക്കിനിടയിലും ഇങ്ങനെ ഒരു അവലോകനം കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത, അനേക പ്രിയപ്പെട്ടവർ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ പറ്റി വളരെ ശക്തമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പലരുടെയും ആവശ്യപ്രകാരമാണ് നമ്മളിങ്ങനെ ഒരു അവലോകനം കൊടുക്കുന്നത്. വളരെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ചൂട്, തെരഞ്ഞെടുപ്പ്, പശ്ചിമേഷ്യ യുദ്ധത്തിൻ്റെ ചൂട്, പുറത്തിറങ്ങിയ മനുഷ്യനെ കൊല്ലുന്ന ചൂട്, സൂര്യൻ കത്തി ജ്വലിക്കുന്നു. അതിൻ്റെ നടുവിൽ ഏവർക്കും ആകാംക്ഷയാണ് നമ്മുടെ കേരള ഭരണം എങ്ങോട്ട് പോകുന്നു. ഇതിനാസ്പദമായി നമ്മൾ ഈ പശ്ചിമേഷ്യയെ സംബന്ധിച്ചും വരാൻ പോകുന്ന ഇസ്രായേലിനെ പറ്റിയും അമേരിക്കയുടെ തെരഞ്ഞെടുപ്പുകളെ പറ്റിയും വളരെ അവലോകനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷം നമ്മൾ നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ പറ്റി വളരെ ആക്യുറേറ്റായിട്ട് ഒരു അവലോകനം കൊടുത്തായിരുന്നു. പലരും അത് വിമർശിച്ചിട്ടുണ്ട്, പലരും അത് നല്ലതുപോലെ ഏറ്റെടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ നിലമ്പൂർ മേഖല എനിക്ക് ഏറ്റവും അറിയാവുന്നത് കൊണ്ടും അടുത്ത മെയ് മാസത്തിൽ അവിടെ യോഗത്തിന് പ്രസംഗിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അന്ന് വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് ഏകദേശം 10,000-ന് പുറത്ത് വോട്ടിൽ ജയിക്കുമെന്നും അതോടൊപ്പം PB അൻവർ അവിടെ നിന്ന് മാറുമെന്നും ഇതെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയ കാലാവസ്ഥയെപ്പറ്റി പറയുവാനിടയായി. നമ്മളെല്ലാ രാഷ്ട്രീയക്കാരെയും ഒരുപോലെ ബഹുമാനിക്കുന്നവരാണ്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പദമുണ്ട് പാസ്റ്ററെ, ഗീവ് റെസ്പെക്ട് ദെൻ ടേക്ക് റെസ്പെക്ട്. നമ്മളെല്ലാവരെയും ബഹുമാനിക്കണം. പ്രത്യേകിച്ച് ഈ ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഈ കേരളത്തെ സംബന്ധിച്ച് 2 മുന്നണികൾക്കും വളരെ നിർണായകം. തീർച്ചയായിട്ടും അത് പലരും അറിയുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ, ഇത് ഇന്ന് ഒരു മുന്നണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 ടേമായിട്ട് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ഭരിക്കുന്ന ഏക സ്റ്റേറ്റാണ് കേരളം.
അതെ, നേരത്തെ പലയിടത്തും ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം പശ്ചിമ ബംഗാളിലുണ്ടായിരുന്നു, പാസ്റ്റർ ത്രിപുരയിലുണ്ടായിരുന്നു. അത് പതിയെ അവരിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഇപ്പോൾ അവർക്ക് ആകെ ഇന്ത്യ മഹാരാജ്യത്ത് ഏകദേശം 150 കോടി ജനം വരുന്ന ഒരു രാജ്യത്ത് ആകെ ഉള്ളൊരു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്, അഥവാ ഇനി വരുന്ന ഇലക്ഷനിൽ നിന്ന് ഈ ഭരണം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി ഒരു സ്റ്റേറ്റിൽ ഭരണത്തിൽ വരുന്നത് വളരെ ദുഃഖകരമായ കാര്യം, നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ മിക്കവാറും എല്ലാം ഇപ്പം ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും വന്നെന്നുണ്ടെങ്കിൽ ത്രിപുരയിൽ BJP വളരെ ശക്തമായി, പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി. അതുകൊണ്ട് അവർ വളരെ അഭൂതപൂർവമായി ജനങ്ങളുടെ ഇടയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർക്ക് നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതോടൊപ്പം തന്നെ രണ്ടാമത് കാര്യം പറഞ്ഞാൽ UDF അഥവാ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത് കഴിഞ്ഞ 10 വർഷമായി അവർ പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഇനി അവർക്കൊരു ഭരണം കിട്ടിയില്ലെങ്കിൽ പക്ഷേ സംഭവിക്കാൻ പോകുന്നത് അതിനകത്തെ പല വ്യക്തികളും BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, രണ്ട് മുന്നണിക്കും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാര്യം ഇതുവരെയും ചരിത്രത്തിൽ LDF തുടർ ഭരണം ഉണ്ടായിട്ടുള്ള ഒരു ചരിത്രം ഇല്ല നിലവിൽ. അത് അങ്ങനെ രണ്ടാം വർഷം കിട്ടുന്ന തന്നെ കേരളത്തെ 1957 EMSന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നതിന് ശേഷം CPMന് 2 പ്രാവശ്യം ഭരണം കിട്ടുന്നത് ശ്രീ പിണറായി വിജയന്റെ കാലത്ത്. അതുപോലെ തന്നെ കോൺഗ്രസിനും തുടർച്ചയായിട്ട് 10 വർഷം പ്രതിപക്ഷത്തിരിക്കുന്നത് ആദ്യമായിട്ടാണ് പ്രതിപക്ഷത്തിരിക്കുന്നത് കോൺഗ്രസ് 10 വർഷത്തിൽ ആദ്യമായിട്ടാണ്. അവർക്ക് പ്രത്യേകിച്ച് കോൺഗ്രസിന് ഇതൊരു ജീവൻ മരണ പോരാട്ടം. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവർക്ക് ഭരണം കിട്ടിയില്ലെങ്കിൽ അവരുടെ മെഷീനറീസ് എല്ലാം പോകും. 2 അതിലെ നേതാക്കൾ ഈ വടക്കേന്ത്യയിലൊരു വാക്ക് പറയാറുണ്ട്, ആയാറാം ഗയാറാം. എന്താ വെച്ചാൽ ഇവിടുന്ന് പലരും അങ്ങോട്ട് ചാടിപ്പോകുമെന്നുള്ള ഒരു വിഷയം വരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ 2 മുന്നണികളിലൂടെ നിൽക്കുമ്പോൾ മൂന്നാമത്തെ കാര്യം ഭാഷയെ വളരെ ശക്തമായി BJP അഥവാ NDA മുന്നണി കേരളത്തിൽ അവരും അവരുടെ വേരുറപ്പിക്കാൻ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നൊരു പാറ്റേണായി ഇലക്ഷനിൽ കാണുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ 2026 ഏപ്രിൽ 9 മത്സരം വളരെ നിർണായകമാണ്. തീർച്ചയായിട്ടും വളരെ നിർണായകമാണ്. അതുകൊണ്ട് ആ സ്ഥാനാർത്ഥികളും അവരുടെ മെഷീനറീസും വളരെ ആക്റ്റീവായിട്ട് ഈ ചൂടിനെ തൃണവൽഗണിച്ചുകൊണ്ട് ഓടി നടന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത്. ഇതിൽ നമ്മുടെ അവലോകനത്തിലൊരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെ ഒന്നെടുക്കാം. ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകത 2016 ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പിന്നെ ഭരണത്തിൻ്റെ പിന്തുടർച്ചയിലാണ് ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത്. ഒന്നാം ഭരണമെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ അവർ ഭരിച്ചുകൊണ്ട് ഒരു കാലഘട്ടം ഒന്നാമത്തെ ഭരണം. അപ്പം അന്ന് അവർ അധികാരത്തിൽ വരുന്നതിൻ്റെ പിൻപിൽ ഒരു പ്രത്യേക ഘടകം ഉണ്ടായിരുന്നു. അതാണ് UDF മന്ത്രിസഭയെ തകർത്ത് കളഞ്ഞ സോളാർ വിവാദം. അത് കത്തിക്കാൻ അവർക്ക് നല്ലതുപോലെ കഴിഞ്ഞു. പക്ഷെ പിന്നത്തതിൽ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ലെന്ന് ജനം അറിഞ്ഞത്. അതുകൊണ്ടാണ് അന്ന് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ വരുവാനുള്ള കാര്യമെന്ന് പറഞ്ഞു. ആ തെരഞ്ഞെടുപ്പിലൊക്കെയും മുഖ്യമായി കാണിച്ചിരുന്നത് VS അച്യുതാനന്ദനെയായിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ ജനസമ്മതനായ നേതാവ് VS അച്യുതാനന്ദനായിരുന്നു. അന്ന് പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ആര് മുഖ്യമന്ത്രിയാവും. അന്ന് ശ്രീ പ്രകാശ് കാരാട്ട് CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞ് ഇലക്ഷൻ കഴിയട്ടെ, ബാക്കി പിന്നെ നിശ്ചയിക്കാം. ഇന്ന് കോൺഗ്രസ് അതേ പാറ്റേണാണ് പറയുന്നത്, കം ടു ദ ഇലക്ഷൻ. അപ്പൊ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുക, പിന്നെ തീരുമാനിക്കാം. നേരത്തെ മുഖ്യമന്ത്രിയെ പ്രൊജക്ട് ചെയ്തായിരുന്നു ഇലക്ഷൻ നേരിടുന്നത്. അപ്പൊ ഇത് ഇലക്ഷൻ പ്രൊജക്ട് ചെയ്ത് നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ന് VS അച്യുതാനന്ദൻ ആക്റ്റീവായിട്ടുള്ളൊരു കാലമായിരുന്നു. പല യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ വളരെ വ്യക്തമായിട്ട് എല്ലാ സ്ഥാനാർത്ഥികളും ഒട്ടിച്ചിരുന്നു. പ്രത്യേകിച്ച് ആ വിവാഹത്തിലൊക്കെ ഉമ്മൻചാണ്ടിക്കെതിരെയൊക്കെ വളരെ കത്തിക്കയറിയ വ്യക്തിത്വമായിരുന്നു VS അച്യുതാനന്ദൻ. പക്ഷേ ഇലക്ഷനിൽ ഭൂരിപക്ഷം വന്നപ്പോൾ കേന്ദ്ര കമ്മിറ്റിയും CPMന്റെ സംസ്ഥാന കമ്മിറ്റിയും പറഞ്ഞു, എന്താ വെച്ചാൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചതുകൊണ്ടും VS അച്യുതാനന്ദൻ്റെ ആ പ്രായത്തിൻ്റെതുകൊണ്ടും ശ്രീ പിണറായി വിജയനായിരുന്നു നല്ലൊരു ടീമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒന്നാം പിണറായി സർക്കാരിലുണ്ടായിരുന്നു. പക്ഷേ ആ ഒന്നാം പിണറായി സർക്കാരിനകത്ത് വളരെ വ്യക്തമായി നല്ല പ്രവർത്തനങ്ങൾ മുൻപോട്ട് വന്നു. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന രവീന്ദ്രനാഥ് സാറൊക്കെ നല്ല ക്ലിയറായിരുന്നു. അതോടൊപ്പം തന്നെ ധനവകുപ്പിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത പല പ്രിയപ്പെട്ടവരും വളരെ തോമസ് ഐസക് സാറ്, ഇന്ന് ഇവിടെ മാറി നിൽക്കുന്ന G സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി,
ദാറ്റ് ഈസ് എ ടീം വർക്ക് സാറേ. അതിൻ്റെ പ്രത്യേകത നമ്മൾ പലരും ഈ കുറ്റം പറയുന്നത് ആ കാലഘട്ടത്തിലെ കോവിഡ് വന്നത് 2019 കോവിഡ് വന്നപ്പോൾ അന്ന് ഒരു മെച്ചപ്പെട്ട പ്രവർത്തനം നമ്മൾ ആരൊക്കെ വിമർശിച്ചാലും അന്നത്തെ ഗവൺമെന്റ് മെഷീനറീസ് ചെയ്തു. അതിന്റെ റിസൾട്ട് ഉണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അനേകം പേർക്ക് പല സംസ്ഥാനങ്ങളിലും ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടാതിരിക്കുമ്പോൾ ക്വാറന്റൈനും കേന്ദ്ര ഗവൺമെന്റിന്റെ മാനദണ്ഡങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് അവർക്ക് പോകാൻ വളരെ വളരെ ആക്റ്റീവായിരുന്നു ആ ഗവൺമെന്റ്. അതിൽ പ്രത്യേകിച്ച് നമുക്ക് പലരും വിമർശിക്കുന്നെങ്കിൽ പോലും രാഷ്ട്രീയത്തിലെ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ നിൽക്കുമ്പോഴും ശ്രീ കെ ശൈലജ തീർച്ചയായിട്ടും ഒരു വളരെ ആക്റ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ അവരുടെ കൂടെയുള്ള പലരും പാസ്റ്റർക്കറിയാൻ നമ്മളുമായിട്ട് സംസാരിക്കുന്നത് ആ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന് കണക്ക് ഒരു 4 മണിക്കൂർ പോലും ഉറങ്ങാതെ അവർ അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ അവരായിരുന്നു അന്ന് കേരളത്തിലെ കോവിഡ് കണക്കുകളെല്ലാം ചാനലിൽ കൊടുക്കുകയും ഇത്ര പേര് വരികയും ചെയ്യും. അതൊരു വലിയ പ്രത്യേകിച്ച് വളരെ ജനത്തിനൊരു ആശ്വാസമുള്ള ഇതായിരുന്നു. അത് അന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ കേരളം കൊണ്ടുവരാൻ അവർ കഴിഞ്ഞു. നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വ്യക്തി ഒരു കാര്യം ചെയ്താൽ നമ്മളത് പറയേണ്ടതാണ്. അവര് വളരെ വ്യക്തമായിട്ട് മെഷീനറീസിനെ ചലിപ്പിക്കാൻ കഴിഞ്ഞു. PPE കിറ്റായാലും മാസ്ക് ആയാലും ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാനും സ്കൂളൊക്കെ ഏറ്റെടുക്കുവാനും ക്വാറന്റൈൻ നടത്തുവാനും അപ്പം തന്നെ റേഷൻ കടകളൊക്കെ പൂട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ തരത്തിൽ കിറ്റൊക്കെ മാസം കൊടുക്കാനും ഒക്കെ സംവിധാനം ഉണ്ടാക്കി. പക്ഷേ ഇവര് കുറച്ചുകൂടെ രാഷ്ട്രീയ തലത്തിനപ്പുറം ജനങ്ങളിൽ മാൻഡേറ്റ് വരുമെന്നറിഞ്ഞപ്പോൾ പിണറായി വിജയൻ സാറ് ആരെയും നമ്മൾ വിമർശിക്കത്തില്ല. ആ ശൈലജ ടീച്ചറുടെ ഇന്ന് ആ ഭാഗം ആരെടുത്തു? ശ്രീ പിണറായി വിജയൻ എടുത്തു. അവരെ പത്രസമ്മേളനം തന്നെ ഒഴിവാക്കി. പിന്നെ അന്നന്ന് കോവിഡ് അനലൈസേഷൻ കൊടുക്കുന്നതും ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ ഒന്നാമത്തെ ഗവൺമെന്റ് വളരെ ആക്റ്റീവായിട്ട് കോവിഡിനകത്ത് പ്രവർത്തിച്ചു എന്നത് ഒരു മെറിറ്റാണ്. അവർക്ക് 2021 കോവിഡിന്റെ പ്രസൻസിലും അവർക്ക് ഇലക്ഷനിൽ കിട്ടാൻ കാര്യം. അത് ഭരണം കിട്ടാനുള്ള കാര്യം അതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ജനത്തിന് അത്യാവശ്യമായിട്ട് കോടികളിൽ ലക്ഷങ്ങൾ കൊടുത്തില്ലെങ്കിലും പലർക്കും വാക്സിനൊക്കെ നമ്മൾ വിമർശിക്കുന്നെങ്കിലും വീടാന്തരം ആശാ വർക്കേഴ്സും ബാക്കിയുള്ളവരും കയറി പ്രോട്ടീൻ ഗുളിക കൊടുക്കാനും ആൾക്കാരെ ക്ലിയർ ചെയ്യാനും അത്യാവശ്യം സമ്മതികളും പുറത്തുനിന്ന് പണമെടുത്ത ആംബുലൻസ് ഒക്കെ ക്ലിയർ ചെയ്യാനും വിദേശത്തുനിന്ന് മലയാളികളെ കൊണ്ടുവന്ന് ക്വാറന്റൈൻ ചെയ്യാനും ഒക്കെ ജനത്തിൻ്റെ ഇടയ്ക്ക് ലോകോത്തരമായി ഒരു നല്ല അഭിപ്രായവും ഒരു വർക്ക് ചെയ്ത് ഉണ്ടാക്കി. ശൈലജ ടീച്ചർ തന്നെ അനേക ആശുപത്രികൾ സന്ദർശിക്കുകയും പ്രിയപ്പെട്ടവരൊക്കെ സന്ദർശിക്കുകയും ഞാൻ ആ കഴിഞ്ഞ മന്ത്രിസഭയിൽ വളരെ വ്യക്തമായിട്ട് പാസ്റ്റർ ഞാനൊക്കെ ലോകരാഷ്ട്രീയം എന്താ വെച്ചാൽ യുണൈറ്റഡ് നേഷൻ തൊട്ട് അമേരിക്ക തൊട്ട് ഇസ്രായേൽ തൊട്ട് അത് കഴിഞ്ഞിട്ട് ട്രംപ് നമ്മുടെ ഡെമോക്രാറ്റ് റിപ്പബ്ലിക്ക് ഇസ്രായേലിൻ്റെ ഭരണകൂടം ഇത് മൊത്തം UN ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച ഒരു പ്രിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു ശ്രീ ശൈലജ ടീച്ചർ. അതുകൊണ്ട് രണ്ടാമത് അവർക്ക് പലർക്കും സീറ്റ് കൊടുക്കാത്തപ്പോൾ സീറ്റ് കൊടുത്തു. അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഒരു പ്രൊജക്ഷൻ ഉണ്ടായിരുന്നു. ഒരു വനിതാ മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ മാറി നിന്നുകൊണ്ട് ശൈലജ ടീച്ചറെ കൊണ്ടുവരണമെന്ന് ഉയർത്തി കാണിക്കണമെന്ന് പറഞ്ഞായിരുന്നു. എന്താ വെച്ചാൽ അവർ അത്ര ഓടി നടന്ന് വർക്ക് ചെയ്ത ഒരു മിനിസ്റ്റർ ആയിരുന്നു. അപ്പൊ തന്നെ നിപ്പ വൈറസിനകത്ത് കോഴിക്കോട് ഒരു പെൺകുട്ടി മരിച്ചായിരുന്നു, ലിനി എന്ന് പറഞ്ഞു. വളരെ അവരെ ഭർത്താവിനെ കണ്ട് അവരുടെ കുഞ്ഞിനെയൊക്കെ ചേർത്ത് പിടിക്കുന്നു. രാഷ്ട്രീയം എവിടെ നിൽക്കൽ കിട്ടും. എന്താ വെച്ചാൽ ഒരു രോഗിക്ക് വേണ്ടി ഒത്തിരി കാര്യം ചെയ്ത ഒരു സഹോദരിയുടെ കുടുംബത്തിനെ അവർ പറഞ്ഞ് ആര് കൈവിട്ടാലും നിങ്ങളൊരു വ്യക്തിത്വത്തിന് വേണ്ടിയാണ് കൈവിട്ട് ആ കുഞ്ഞിനെ മാറോട് ചേർത്തുകൊണ്ട് സഹായം കൊടുക്കാനും ഒക്കെ ചെയ്ത് വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശൈലജ ടീച്ചർ. അപ്പോൾ അവര് പബ്ലിക്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തും LDFിനകത്തും ജനങ്ങളുടെ ഇടയിൽ കുറച്ചുകൂടെ മുൻപന്തി വരുമെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ പിണറായി വിജയൻ വളരെ ബുദ്ധിയുള്ളൊരു വ്യക്തി, തന്ത്രപരമായി പിണറായി വിജയൻ സാറിന്റെ പിന്നിൽ എപ്പോഴും പ്രവർത്തിക്കുന്ന ജോൺ ബ്രിട്ടാസ്. അപ്പം അദ്ദേഹത്തിൻ്റെയൊക്കെ അനുമതിയോടുകൂടാണ് വൈകിട്ടുള്ള പബ്ലിക് വാർത്താ സമ്മേളനം വരെ പിണറായി വിജയൻ സാറ് കരസ്ഥമാക്കിയത്. അതോടൊപ്പം തന്നെ അന്ന് ഒരു വിമർശനം ഉണ്ടായിരുന്നു പക്ഷേ അതായത് ആരോഗ്യമന്ത്രിക്ക് അറിയാവുന്നതിൽ കൂടുതൽ എന്താണ് ഒരു മുഖ്യമന്ത്രിക്ക് ആരോഗ്യ വകുപ്പിനെ കുറിച്ച് അറിയാമെന്ന് ചോദിച്ചിട്ട് വളരെ അങ്ങനെ വിമർശനം ഉണ്ടായിരുന്നു. അതെ. അതായത് ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയോ മാത്രമേ ഇത് പത്രസമ്മേളനം സംസാരിക്കാൻ പാടുള്ളൂ, അവർക്ക് മാത്രമേ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയുമെന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. വളരെയധികം വിമർശനങ്ങൾ ആ സമയത്ത് വിമർശനം ഉണ്ടായി, പാർട്ടിക്കകത്തും വിമർശനം ഉണ്ടായി. പക്ഷേ ഈ മാൻഡേറ്റ് അവരുടെ കൈകളിൽ ജനത്തിൻ്റെതായ ഒരു പിന്തുണയാണ്. അപ്പം ജനപിന്തുണ എന്ന് പറയുന്നത് സാധാരണ കാര്യമല്ല. അത് നമ്മുടെ VS അച്യുതാനന്ദന് വലിയ ഡോക്ടറേറ്റോ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ പബ്ലിക്കിനെ കൂട്ടുവാൻ അദ്ദേഹം ജനമനസ്സുകളിൽ ഇറങ്ങിച്ചെന്നതെന്ന് പറഞ്ഞ പോലെ നമ്മൾ
ഇംഗ്ലീഷിൽ ക്രൗഡ് പുള്ളർ, നല്ലൊരു ജനത്തെ കൂട്ടാനുള്ള ഇത്. പിന്നെ അവരെ അഴിമതിയായിട്ട് ആരും ഇതുവരെ ഒരു വിജിലൻസിലോ ഒരു പരാതി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. അപ്പം ആ സമയത്ത് ഈ രണ്ടാമതും 2026 തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ പാസ്റ്റർ ഇദ്ദേഹത്തെ പിണറായിയെ കൊണ്ടുവരുവാൻ വളരെ അണിയറയിൽ ഒരു നീക്കം നടത്തി. അണിയറയിൽ നീക്കം നടത്തിയെന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം MLA-മാരായവർ മത്സരിക്കേണ്ട എന്ന് അന്ന് കൊണ്ടുവന്നു. അതിൻ്റെ പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് സീനിയർ നേതാക്കൾ മത്സരിച്ചു കഴിഞ്ഞാൽ അവർ ഒരു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാം. അതുകൊണ്ട് വെട്ടി നിരത്തപ്പെട്ട 2 നേതാക്കളുണ്ട്, ശ്രീ തോമസ് ഐസക്, ശ്രീ ജി സുധാകരൻ. പക്ഷേ ശൈലജ ടീച്ചറിന് സീറ്റ് കിട്ടത്തില്ലായിരുന്നു. അവസാനം കേന്ദ്ര കമ്മിറ്റി ഇടപെട്ട് പബ്ലിക്കിൻ്റെ ഇടയിൽ ഇത്രയും വലിയൊരു ഇമേജ് കൊണ്ടുവന്നെന്ന് പറയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശൈലജ ടീച്ചർ. അതുകൊണ്ടാണ് വീണ്ടും അവർക്ക് 2ാമത് സീറ്റ് കൊടുത്തത്. പക്ഷെ ആ സമയത്ത് നല്ല പ്രവർത്തനം കാഴ്ചവെച്ച തോമസ് ഐസക്, ആര് കുറ്റം പറഞ്ഞാലും അദ്ദേഹം കേരളത്തിന്റെ ധനമന്ത്രിയായിരുന്നു. കിബിയുടെ പരിപാടികൾ തുടങ്ങി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ഇപ്പൊ CPM പുറത്തു പോയ ജി സുധാകരൻ, അദ്ദേഹം പാലങ്ങള് റോഡുകള് ഒരഴിമതിയില്ലാത്ത മന്ത്രിയായിരുന്നു. അദ്ദേഹം എവിടെ ഒരു പണി നടന്നാൽ അവിടെ ചെന്ന് മന്ത്രി എന്ന് കൂടാതെ അവിടെ നിന്ന് കാര്യങ്ങൾ നോക്കുമായിരുന്നു. അത്ര ഇതായിരുന്നു. അതിന്റെ പിൻപിലെല്ലാം കണ്ണൂർ ലോബിയുടെ വലിയ കരമായിരുന്നു. ഇതാർക്കും അറിയത്തില്ല. എസ്പെഷ്യലി ശ്രീ പിണറായി വിജയനെ 2ാമത് കൊണ്ടുവരാട്ട് അതിനെല്ലാം കോക്കസായിട്ട് ശ്രീ പിണറായി വിജയൻ്റെ കൂടെ വലങ്കയായിട്ട് നിൽക്കുന്നതൊക്കെ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള സുഹൃത്തുക്കളാണ്. അവരെയൊക്കെ നല്ലതുപോലെ വർക്ക് ചെയ്തിട്ടാണ് ഈ 1ാമത്തെ ഗവൺമെന്റിൽ നിന്ന് 2ാമത്തെ ഗവൺമെന്റിൽ കൊണ്ടുവരുന്നത്. നമ്മൾ ഒരു ചാനലിലെയും വിമർശിക്കത്തില്ല ആൾക്കാർ. ജോൺ ബ്രിട്ടാസിനെ സംബന്ധിച്ചോളം സോളാർ സമരം വൈൻഡപ്പ് ചെയ്തത് പുള്ളിയുടെ ഭയങ്കര ബുദ്ധിയായിരുന്നു. നമ്മളിപ്പോൾ തിരുവനന്തപുരത്തിരിക്കുന്ന ഈ സ്റ്റുഡിയോയിലിരിക്കുന്നു. തിരുവനന്തപുരത്തെ ഇളക്കി മറിച്ചൊരു സമരമായിരുന്നു സോളാർ സമരം. ആ സമയത്ത് സ്ഥിരം ട്രിവാൻഡ്രത്ത് സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. എന്നും വിഷയം നമ്മുടെ പിന്നെ ഇവിടെ തൊട്ട് നമ്മുടെ PMG തൊട്ട് പട്ടർമ സൈഡുകളിലെല്ലാം ആയിരങ്ങൾ തമ്പടിച്ചതാണ്. അപ്പൊ ഈ സോളാർ സമരം എങ്ങനെ ഒത്തുതീർന്നെന്ന് പലർക്കും അറിയത്തില്ല. അതിനകത്ത് വളരെ നിർണായകമായ ഇടപെടൽ നടത്തിയതാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ ബുദ്ധിമാനാണ്. അന്ന് ഉമ്മൻചാണ്ടി സംരക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭരണം പോവുകയും ചെയ്യായിരുന്നു. അന്ന് ഈ TP ചന്ദ്രശേഖരൻ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട് CPM-ലെ ഉന്നത നേതാക്കൾക്ക് എന്തോ ബന്ധങ്ങളുണ്ടെന്ന് വ്യക്തമായ ഒരു തെളിവ് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആ സമരം ഉച്ചയ്ക്ക് നടക്കുമ്പോൾ PS, തോമസ് ഐസക്, പിണറായി ഇവരാരും പ്രതീക്ഷിച്ചില്ല. അന്നാണ് പിന്നെ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജോൺ ബ്രിട്ടാസിനെ വിളിച്ചെന്നാണ് പിന്നത്തെ അതിൽ മനോരമ കൊടുത്തത്. ജോൺ ബ്രിട്ടാസിനെ വിളിച്ചിട്ട് പറഞ്ഞ് കാര്യങ്ങൾ കൈവിടപ്പെട്ടു പോകും, നിങ്ങളുടെ നേതാക്കൾക്ക് പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറയും. ആ ഉച്ച സമയത്ത് 2 മണിക്കാണ് ശ്രീ പിണറായി വിജയൻ VS അച്യുതാനന്ദനോട് പറഞ്ഞ് സോളാർ അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വെക്കാം, നമുക്ക് എഴുന്നേൽക്കാമെന്ന്. അപ്പൊ അതിന് തൊട്ടുമുമ്പ് ചാനലുകാർ തോമസ് ഐസക്കിനോടും പിന്നെ C. ദിവാകരൻ, അന്ന് ഇടതുപക്ഷത്തിന്റെ തിരുവനന്തപുരത്തും അത് മുൻ മന്ത്രി C. ദിവാകരൻ, അവരോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞ് സോളാർ സമരം ഒത്തുതീർപ്പോന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി താടി ഇറങ്ങി ലഡു കഴിച്ചിട്ട് ഞങ്ങൾ ഈ സമരം തീർപ്പോന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഞെട്ടിയ ഒരു സമരമാണ്. കൈരളിലേക്ക് ഭയങ്കര ചാനൽ കൊടുത്തത്. അപ്പോൾ അന്ന് അതിനെ പിന്നെ ഈ നമ്മൾ ഇറാഖ് കെമിക്കൽ വെപ്പൺ എന്ന് പറയുന്ന പോലെ തിരുവഞ്ചൂർ ഒരു കെമിക്കൽ വെപ്പൺ അടിച്ച് അതിലാണ് എല്ലാവരും എഴുന്നേറ്റ് ഇവിടുന്ന് പോകുന്നത്. അതിനകത്ത് തിരുവഞ്ചൂര് പിന്നത്തെ C. ദിവാകരൻ, അദ്ദേഹത്തിന് പിന്നെ CPI വലിയ റോളൊന്നുമില്ല. പുള്ളിക്കാരൻ ചാനലുകാരോട് പറഞ്ഞുകൊണ്ടായിരുന്നു ഏതോ ഒരു ശക്തി ഇടപെട്ടു സോളാർ സമരം ഒത്തുതീർപ്പാക്കി പറഞ്ഞ് ഏതോ ഒരു ആദർശ ശക്തി എന്ന് പറഞ്ഞു. അത് ഭയങ്കര ബുദ്ധിയായിരുന്നു. അപ്പൊ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് നമ്മൾ പോലും ഞെട്ടിപ്പോ ഒരു സമരമായിരുന്നു. അപ്പൊ അതിനകത്തൊക്കെ ഒത്തുതീർപ്പാക്കിയത് അവരുടെ നല്ലൊരു അജണ്ടയായിരുന്നു. ഈ 2 ടൈം MLA ആയവർ പിന്നെ മത്സരിക്കേണ്ടത്. അതിൽ നിന്നാണ് തോമസ് ഐസക് മാറുന്നു, G. സുധാകരൻ മാറുന്നു. അവസാന നിർബന്ധത്തിലാണ് KK ശൈലജ ടീച്ചർ വരുന്നത്. ഇതായിരുന്നു 2016 മുതൽ 2021 വരെ. അപ്പൊ ആ പിണറായി വിജയന്റെ ഭരണത്തിനകത്ത് അവസാനമായി അവർക്ക് ഒരു പ്രശ്നമുണ്ടായത് പിന്നെന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണ കേസായിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് കോൺസുലേറ്റ് കൊണ്ടുവന്ന് സ്വർണം കടത്തിയതൊരു വലിയ വിഷയമായിരുന്നു. അതെല്ലാം നമുക്കറിയാം ഒരു തട്ടിപ്പിന്റെ ഭാഗമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ദുബായ്ക്കാർ ഇവിടെ കൊണ്ടുവന്ന് കോൺസുലേറ്റിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമൊന്നും. ഇന്നിപ്പോൾ ഒരു വിസ എടുത്താൽ നമുക്ക് സുഖമായിട്ട് അവിടെ പോകാം. ഈ കോൺസുലേറ്റ് ഇവിടെ കൊണ്ടുവന്നതിന് ഒരു കാര്യമില്ല. അത് നിയന്ത്രണത്തിന് വിധേയമായി അനിയന്ത്രിതമായി ലഗേജുകൾ സാധനങ്ങളൊക്കെ കൈകടത്താനുള്ള ഒരു സംവിധാനം. അതിനകത്ത് മുഖ്യമന്ത്രിയുടെ കുടുംബമൊക്കെ ആരോപണങ്ങൾക്ക് വിധേയമായി, പല ഉദ്യോഗസ്ഥർക്കും ആരോപണങ്ങൾക്ക് വിധേയമായി
ഇപ്പോഴത്തെ പിന്നെ MR അജിത് കുമാർ സാർ, അഥവാ ഇന്നിപ്പോൾ എക്സൈസ് കമ്മീഷണർ ആയിരിക്കുന്നു, അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ടു. അതിനകത്ത് ശിവശങ്കർ, സർക്കാരിൻ്റെ ഏറ്റവും വലിയ മിനിസ്റ്റർ, ജയിലിനകത്ത് കിടന്നു. അതൊക്കെ ഒരു വലിയ വിഷയമായിരുന്നു. എങ്കിലും പാസ്റ്റർ അതിനെ അട്ടിമറിച്ചുകൊണ്ട് ജനത്തിൻ്റെ ഇടയ്ക്ക് ഭയങ്കര വിഷയം ഉണ്ടാക്കിയൊരു സംഭവം. തീർച്ചയായിട്ടും. പക്ഷെ അതിനെ മറന്നുകൊണ്ട് അവരൊരു കാര്യം ചെയ്തു. അതിൻ്റെ ഈ കിറ്റ്, പിന്നെ രോഗികൾക്കുള്ള ടിക്കറ്റ്, മറ്റു കാര്യങ്ങൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ, അപ്പോൾ ഈ സ്വർണ്ണ വിവാദമൊക്കെ മുങ്ങിപ്പോയി. അതായിരുന്നു ശ്രീ പിണറായി വിജയന് രണ്ടാമത് വരാനുള്ള ഒരവസരം കൊടുത്തത്. അതായിരുന്നു 2016 മുതൽ 2021 വരെയുള്ള ഭരണം. 2021. ആ 2021 ജനത്തിൻ്റെ ഇടയ്ക്ക് എന്താ വെച്ചാൽ, ജനം എപ്പോഴും രാഷ്ട്രീയത്തിനപ്പുറം പേഴ്സണൽ, അഥവാ ഒരു ഗവൺമെൻറ് ഞങ്ങൾക്ക് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ത് ചെയ്തു എന്നാണ് നോക്കുന്നത്. ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ ഒരിക്കലും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത്തിലേക്ക് പോകുന്നില്ല. അത് മാൻഡേറ്റ്, വ്യക്തിപരമായിട്ടാണ് നോക്കുന്നത്. ചില സ്ഥാനാർത്ഥികൾ, അത് ഇടതുമുന്നണിയാകട്ടെ വലതുമുന്നണിയാകട്ടെ, അവരെങ്ങനെ പോകുന്നെന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 2021 ഇവർക്കൊരു തുടർ ഭരണം കിട്ടുന്നത്. മൂന്നാമത്തെ കാര്യം, ആ മന്ത്രിസഭയിലെ വളരെ പ്രിയപ്പെട്ട ഒരു നല്ല മന്ത്രിമാരും, രവീന്ദ്രനാഥ്, അതോടൊപ്പം തന്നെ ശ്രീ തോമസ് ഐസക്, സുധാകരന്, ശ്രീ ജി സുധാകരൻ, അവരെല്ലാം നല്ല പഴക്കങ്ങളായി വളരെ സീനിയർ മന്ത്രിമാരായിരുന്നു. ശൈലജ ടീച്ചർ, അങ്ങനെ ഒരു മെഷീനറി നല്ലതാണ്. പിന്നെ CPI മന്ത്രിമാരെ സംബന്ധിച്ച് അവർ ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ ഇടപെടത്തില്ലായിരുന്നു. ഈ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ റവന്യൂവിൻ്റെ മന്ത്രി, അവരൊക്കെ നല്ല വളരെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പ്രിയപ്പെട്ടവരായിരുന്നു. പക്ഷേ ഇതിനെ ഒന്നാം പിണറായിയെ പിടിച്ചുലയ്ക്കാൻ പറ്റിയ ഒരു വെപ്പണായിരുന്നു സ്വർണം. ആ സ്വർണത്തിന് യഥാർത്ഥമായിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം ആ കേസ് സംബന്ധിച്ച് മുഴുവനും പുറത്തു വന്നില്ല. പക്ഷെ പ്രതിപക്ഷം ആരോപിച്ചതുപോലെ ഇവരന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ വീട്ടിലോട്ട് ED വരും, അത് വരും, ഇത് വരും, ഇതൊക്കെ ജനത്തിൻ്റെ ഇടയ്ക്ക്. പിന്നെ ചാനലുകാരെപ്പോഴും റേറ്റിംഗ് കൂട്ടാൻ കൊണ്ടുവന്നു. പക്ഷേ അതിനെല്ലാം അസ്തമിപ്പിച്ചുകൊണ്ട് കോവിഡിനകത്ത് ഇവരൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്ലാൻ ചെയ്ത വർക്കാണ് നടത്തിയത്. ആശാ വർക്കേഴ്സ് വരുന്നു, വീട്ടുകളിൽ ആരെങ്കിലും ഉണ്ട് അവർക്ക് കഞ്ഞി കൊടുക്കാനായിട്ട് അരി കൊടുക്കുന്നു, കിറ്റ് കൊടുക്കുന്നു, മുടങ്ങാതെ ഇതെല്ലാം 1 month വെച്ച് ചെയ്തു. അതായിരുന്നു മാൻഡേറ്റ്, അതായിരുന്നു അതിനകത്ത് വന്നത്. ഒന്നാമത്തെ കാര്യം, ആ കാലഘട്ടത്തിൽ 2016 മുതൽ 2021 വരെ പാസ്റ്റർ മനസ്സിലാക്കണം, ഇപ്പുറത്ത് നിൽക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇവരെ പടലമണക്കാന്നു നിലനിൽക്കുക. എന്നിട്ട് ഇവരൊരു വാക്ക് പറയും പാസ്റ്റർ, ജനാധിപത്യ പാർട്ടി, ജനാധിപത്യ പാർട്ടി. എല്ലായിടത്തും ജനാധിപത്യമുണ്ട്, ജനാധിപത്യം ഇല്ലാത്ത പാർട്ടിയില്ല. അതുകൊണ്ട് ഈ ജനാധിപത്യ പാർട്ടി എന്ന് പറഞ്ഞ് ഇവര്, ഞാൻ പാർട്ടി നശിച്ചാലും വേണ്ടിയല്ല, താൻ ചത്താലും വേണ്ടിയല്ല, എൻ്റെ സ്ഥാനം സേഫ് ആവണം അന്നോട്ടല്ലേ അവർ ആക്റ്റീവായിട്ട് അന്ന് വർക്ക് ചെയ്തെങ്കിൽ 2021 കേരളത്തിൻ്റെ ചരിത്രപ്രകാരം ഇവർക്ക് ഭരണത്തിലേക്ക് വരായിരുന്നു. കോൺഗ്രസ് വരേണ്ടതായിരുന്നു. പക്ഷേ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയൊക്കെ രോഗബാധിതനാണ്. അപ്പോൾ പിന്നെ ആക്റ്റീവായിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാനൊന്നും അദ്ദേഹത്തിന് വയ്യ. പിന്നെ പുറകെ വരുന്നത് K. സുധാകരനായിരുന്നു, VD സതീശനായിരുന്നു, രമേശ് ചെന്നിത്തലയായിരുന്നു. ഇവരൊക്കെ ഇതിനകത്ത് കോൺഗ്രസ് നിൽക്കുന്നെങ്കിലും ഇവർക്കൊക്കെ താൽക്കാലികമായ ഗ്രൂപ്പ് താല്പര്യമുണ്ടായിരുന്നു. ഈ ഗ്രൂപ്പിസം ആ കാലഘട്ടത്തിൽ നല്ലതുപോലെ ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെ പക്ഷത്ത് ഇത് നിയന്ത്രിക്കുവാൻ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയായിട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ശ്രീ KC വേണുഗോപാൽ. അപ്പോൾ അദ്ദേഹത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് താഴെ തട്ടിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ വന്നില്ല, കുറഞ്ഞുപോയി. നമ്മളിപ്പം പലപ്പോഴും യുവജന സംഘടനകൾ മാർച്ച് പാർട്ടി പഠിക്കുമ്പോൾ DYFI ആ കാലഘട്ടത്തിൽ പല കോവിഡായിട്ടുള്ള വീട്ടുകളിൽ പൊതിച്ചോറ് എത്തിക്കാനും ഒരു പാർട്ടിയെ നമ്മൾ ഉയർത്തത്തില്ല. പൊതിച്ചോറ് അവരെത്തിക്കാനും, പിന്നെ ഓരോ വീടുകൾ സന്ദർശിക്കുവാനും, കോവിഡ് രോഗികളുടെ വിവരങ്ങളൊക്കെ എടുക്കാനും ഒക്കെ, മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനും, വാട്സപ്പ് വഴി അവരെ ബന്ധപ്പെടുന്നവർക്കെല്ലാം അത് കൊണ്ടു കൊടുക്കാനും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തത് അന്നത്തെ യുവജന സംഘടനകളാണ്. പക്ഷേ അന്ന് യൂത്ത് കോൺഗ്രസ് അതിന് ആ മെഷീനറീസ് വർക്ക് ചെയ്തില്ല. അവരെവിടെന്നെങ്കിലും പൈസ പിരിച്ചെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ കുറച്ചത് കിട്ടിയാണ്. ആ ഒരു വിഷയമായിരുന്നു അന്ന് കോൺഗ്രസിന്. എന്നിട്ട് പടലപ്പിണക്കം ഭയങ്കരമായിരുന്നു. പിന്നെ ആ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റെങ്കിലും UDF വന്നത് മുസ്ലിം ലീഗിന്റെ വകയായിട്ടാണ്. അല്ല, കോൺഗ്രസ് ഏകദേശം 28 അത്ര സീറ്റുകളിലോട്ട് കോൺഗ്രസ് ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ആ 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ അവരുടെ പ്രവർത്തനം മോശമായതുകൊണ്ട് അവർക്ക് 2021 ഭരണം കിട്ടിയില്ല കോവിഡ് കാലത്ത്. അതോടൊപ്പം തന്നെ
പല കാര്യങ്ങളും ഗവൺമെൻറ്റിനെതിരെ വിഷയം ഉണ്ടായിട്ട് പബ്ലിക്കിൻ്റെ ഇടയിൽ അവയർനെസ് കൊടുത്ത് അതൊരു അഴിമതിയായിട്ട് ചിത്രീകരിക്കാനും പറ്റിയില്ല. അത് കോൺഗ്രസിൻ്റെ വലിയൊരു പരാജയം. വ്യക്തമായിട്ട് അവർക്കൊരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് അവർക്ക് പ്രവർത്തിക്കാൻ ക്രിയാത്മകമായ പ്രതിപക്ഷം എന്ന നിലക്ക് എപ്പോഴും ചാനലിൽ വന്ന് ചർച്ച ചെയ്തിട്ടൊന്നും കാര്യമില്ല. പബ്ലിക്കിൻ്റെ ഇടയിൽ നല്ല നേതാക്കളെന്ന മാനത്തോടെ ചർച്ച ചെയ്യുന്നതായിരിക്കും അതിന് ഏറ്റവും നല്ല. അതിന് ജനത്തിൻ്റെ ഇടയിൽ വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നാമമാത്രമായി മണ്ഡലത്തെ സ്നേഹിക്കുന്ന ചില MLA മാർ മാത്രമാണ് ജയിച്ചു കയറിയത്. യഥാർത്ഥത്തിൽ ആ ഒരു സ്വർണ്ണക്കടത്തിൻ്റെ സംഭവം ആ സമയത്ത് ഫസ്റ്റ് ആദ്യം തുടങ്ങുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പിണറായി മന്ത്രിസഭ താഴെ പോകുന്ന തരത്തിലോട്ട് തന്നെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നതാണ്. വളരെ ആക്റ്റീവായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രം ഇടപെടുന്നു, തക്കതായ തെളിവുണ്ട്. ഇത് ഗ്രീൻ ചാനൽ വഴി സ്വർണം വന്നിട്ടുണ്ട്, അതെവിടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ പിന്നെ അന്വേഷണത്തിനകത്ത് കേന്ദ്രവും അതുപോലെ തന്നെ കേരളവും ഇവർ തമ്മിലൊക്കെ എന്തൊക്കെയോ തീർപ്പാണ്. അത് അതിൻ്റെതായ സ്ഥിതിയിലേക്ക് ഒരിക്കലും വന്നില്ല. പക്ഷേ ഇവർക്ക് ആക്റ്റീവായിട്ട് ഈ കോൺഗ്രസ്സുകാർക്ക് അന്ന് സുപ്രീം കോടതിയിലെങ്ങാണ് പോയി പാസ്റ്റർ ഒരു റിവ്യൂ കൊടുത്തിട്ട് ഇത് വ്യക്തമായിട്ട് അന്വേഷിച്ച് അത് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് കോടതി ഇടപെട്ട് അങ്ങനെ ഒരു അന്വേഷണം നടത്താനായിട്ട് കോൺഗ്രസ്സിൽ ആരും മുതിർന്നില്ല. ആരും മുതിരാത്തത് കൊണ്ടാണ് ആ ഒരു അന്വേഷണം ED അന്വേഷിച്ചു, CBI അന്വേഷിച്ചു, ദുബായി പോയി അന്വേഷിച്ചു, എല്ലാം തദൈവ അതിൻ്റെ ഒരു റിപ്പോർട്ടുകൾ പോലും കണ്ടിട്ടില്ല. അതിനകത്ത് ആകെ ബലിയാടായെന്ന് പറഞ്ഞാൽ ഈ ശിവശങ്കർ മാത്രമാണ്. ബാക്കി ആരും ഉന്നത മിഷണറീസിലുള്ള ആരും അതിനകത്ത് ബലിയാടായില്ല. ആ ജയിലിൽ കിടക്കേണ്ടി വന്നു. അതുകൊണ്ട് അതിനകത്ത് വിവാദ നായികയായ സഹോദരി ഇവിടുന്ന് പോവുകയും ചെയ്തു. പലരെ അതിൻ്റെ യഥാർത്ഥമായൊരു മാൻഡേറ്റ് പബ്ലിക് അന്വേഷിച്ച് കൊണ്ടുവരാനുള്ള വ്യഗ്രത കോൺഗ്രസിൽ നിന്ന് നഷ്ടപ്പെട്ടു. അത് BJP-ക്കാരും കുറച്ച് ദിവസമൊക്കെ സമരം നടത്തിയെങ്കിലും അവരും അത് വലിച്ചു കളഞ്ഞു. അതുകൊണ്ട് 2021 തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വോട്ട് കിട്ടിയില്ല. ഒരു സീറ്റ് പോലും കിട്ടാത്ത കാര്യം ഇതായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ജനത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഇതൊരു ഇമ്പൾസ്, ഒരു തരംഗമായി കൊടുക്കുവാൻ കഴിഞ്ഞില്ല. കോൺഗ്രസ് ആ കാലഘട്ടങ്ങളിൽ ദുർബലമായിരുന്നു. ആ ദുർബലം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ദുർബലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി നോർത്ത് ഇന്ത്യ ജയിക്കത്തില്ലെന്ന് ശ്രീ ഉമ്മൻചാണ്ടിക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് എവിടെ കൊണ്ടുവന്നത്, വയനാട്ടിൽ കൊണ്ടുവന്നത്. സിദ്ദിഖിന് വെച്ചിരുന്ന സീറ്റ് ഉമ്മൻചാണ്ടി ഭയങ്കര ക്ലവർ മാനാണ്. അപ്പോൾ അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ BJP-യുടെ തരംഗം, ഹരിയാനയിൽ BJP-യുടെ തരംഗം, ഡൽഹിയിൽ BJP-യുടെ തരംഗം. അപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ എത്തിക്കണമെങ്കിൽ വളരെ നിഷ്പക്ഷമായിട്ട് സിദ്ദിഖിനോടന്ന് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണ് ഈ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന് വയനാട്ടിൽ മത്സരിപ്പിക്കുന്നത് ജയിക്കാൻ വേണ്ടി. വളരെ ബുദ്ധിപൂർവ്വമാണ്. എന്നുവെച്ചാൽ ഈ പ്രസ്ഥാനം തകർന്നുകൊണ്ടിരിക്കുക, കാണിക്കാൻ നെഹ്റു കുടുംബത്തിൽ നല്ല ഗാന്ധി, രാജീവ് ഗാന്ധി ഇവരുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ അങ്ങനെ കൊണ്ടുവന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നോർത്ത് ഇന്ത്യയിൽ പിന്നെ അഖിലേഷ് യാദവുമായിട്ട് ഉത്തർപ്രദേശിൽ ചേർന്ന് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ നല്ല ക്യാമ്പയിൻ നടത്തി. അതുകൊണ്ടാണ് യോഗി ആദിത്യനാഥിനെ വിറപ്പിച്ച് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് UP-യിലെ സീറ്റുകൾ നല്ലതുപോലെ കൈക്കലാക്കി. അപ്പോഴും പിന്നെ പ്രിയങ്ക ഗാന്ധി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയ രാഹുൽ അങ്ങോട്ട് മാറിയപ്പോൾ വയനാട് ഇത് കൊണ്ടുവരുന്നത്. അതിൻ്റെ പിൻപിൽ സിദ്ദിഖിനുണ്ടായിരുന്നായിരുന്നു വയനാട് സീറ്റ്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ഒരു വളരെ സ്നേഹിതനായിട്ട് സിദ്ദിഖിനോട് പറഞ്ഞു തൽക്കാലം അദ്ദേഹം മാറിക്കൊടുത്തു. പിന്നെ അദ്ദേഹം കൽപ്പറ്റ വയനാട്ടിലെ ഏതോ മണ്ഡലത്തിൽ നിന്ന് MLA ആയി. അതുകൊണ്ടാണ് പറഞ്ഞു അതൊക്കെ വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു. ഈ ഇലക്ഷൻ പാറ്റേൺ വരുമ്പോഴും പാസ്റ്റർ കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ വലിയ വലിയ ക്യാമ്പയിൻ നടന്നാലും എന്ത് അഴിമതി നടന്നാലും കേരളത്തിലെ ജനം രണ്ടായിട്ടാണ് ചിന്തിക്കുന്നത്. അത് മനസ്സിലാക്കണം. എന്താ രണ്ടായിട്ട് ചിന്തിക്കുന്നത്? നിയമസഭയിൽ പലപ്പോഴും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമ്പോഴും സെൻട്രൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാസ്റ്റർ ഇവരെല്ലാം കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുന്നത്. അതാണ് ഈ വിഷയം. ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിവിടെ ഇരിക്കുന്ന തിരുവനന്തപുരം കഴിഞ്ഞ ഇലക്ഷനിൽ കോവളം ഒഴിച്ചു ബാക്കി എല്ലാ മണ്ഡലങ്ങളും ഇടതുപക്ഷമാണ് ജയിച്ചത്. പക്ഷെ ഇതിനകത്ത് 2 പാർലമെന്റ് മണ്ഡലം വരുന്നത്, ഒന്ന് തിരുവനന്തപുരവും വരുന്നു, ആറ്റിങ്ങലും വരുന്നു. പക്ഷേ ഈ 2 ഇടത്തും നിയമസഭാ ഇലക്ഷന് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിനാണ്. പക്ഷെ ഇലക്ഷൻ വന്നപ്പോൾ ശശി തരൂരും അടൂർ പ്രകാശും ഈസി വാക്ക് ഓവർ, 2 പേരും ജയിച്ചു കയറിപ്പോയി. അപ്പൊ ജനം ചിന്തിക്കുന്നത് കേരളത്തിന്റെ ഭരണം ഒരു ചിന്താഗതി, കേന്ദ്ര ഭരണം ഇങ്ങനാണ് ചിന്തിക്കുന്നത്. ഇതായി മാൻഡേറ്റ്, അത് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളെ ഒരു കുറച്ച് വാർത്തകളോ ആരോപണങ്ങളോ കണ്ടിട്ടൊന്നും വോട്ടിങ്ങിന്റെ പാറ്റേൺ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് UDF-ന്റെ മെഷീനറീസ് ലോ, UDF-ന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവർ തങ്ങളിൽ പടലപ്പിണക്കം, ഇവർക്കെന്നും കസേര മതി. ഞാൻ പറയുന്ന പോലെ ഈ ഒരുത്തായി മൂപ്പൻ ചാവുമ്പോൾ പറയും എൻ്റെ മോനെ കസേര ഇരുത്തണമെന്ന് പറയുന്ന പോലെ ഈ ക്രിസ്തീയ പ്രസ്ഥാനങ്ങളിൽ കാണുന്നത് പോലെ ഇവർക്ക് ഈ കസേര ഇരുത്തുന്നത് വലിയ വിഷയമായിരുന്നു.
അങ്ങനെ ഈ പടലപ്പണക്കമായിരുന്നു ഈ 2021 ഇവർക്ക് കിട്ടാതെ പോയത്. എനിക്ക് ഈ 2021 വളരെ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ദുർബലമായിരുന്നു. കാര്യം അവരുടെ പാറ്റേൺ വന്നുകൊണ്ടിരിക്കുന്നത് പോലെ കോൺഗ്രസ് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളൊരു ചിന്തയിലായിരിക്കാം അവര് വലിയ വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അല്ല, അവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്താ വെച്ചാൽ കേരളം 5 വർഷം മാറി മാറി ചിന്തിക്കും. ഞങ്ങൾ വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും മാറി വരുമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ട്. അതുകൊണ്ട് അവർ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. കൂടുതൽ സീറ്റുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടും സീറ്റ് അവർക്കെന്നും കലകം ഇത് വയ്ക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പലരെയും വെട്ടി നിർത്തി കണ്ണൂർ ലോബിയിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടായാലും ഇടതുപക്ഷം ഈ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് കൊണ്ട് അവർക്ക് അങ്ങനെയാ ഈ 2021 ഭരണം കിട്ടുന്നത്. 2016 മുതൽ 2021 വരെ വേറൊരു സംഭവം ഉണ്ടായി. അതാണ് ഏറ്റവും വിഷയം. BJP, ഭാരതീയ ജനതാ പാർട്ടി ആദ്യമായിട്ട് നിയമത്ത് നിന്ന് ആ കാലഘട്ടത്തിലാണ് ശ്രീ O രാജഗോപാൽ തിരുവനന്തപുരത്ത് അക്കൗണ്ട് തുറക്കുന്നത്. അപ്പം നമുക്ക് ഈ നിയമവും പ്രാവശ്യമ്പലോ ഈ സിറ്റി മൊത്തം നമുക്കറിയാവുന്ന. പക്ഷെ എന്തുകൊണ്ട് പലരും പറഞ്ഞ് BJPക്ക് അവിടുത്തെ സ്ട്രെങ്ത് കൊണ്ടാണ്. അല്ല, ഈ O രാജഗോപാൽ എന്ന് പറഞ്ഞ മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ എല്ലാവരും ബഹുമാനിക്കുന്നു. അവര് ഇവിടെ ഉള്ളവരും ബാക്കിയുള്ളവരും അദ്ദേഹത്തെ O രാജഗോപാൽ ജി എന്നല്ല വിളിക്കുന്നത്. എല്ലാവരും രാജേട്ടൻ. പലരും അതെനിക്ക് തോന്നുന്നു ഈ പാർട്ടി ബേസിലല്ല, അല്ലാതെ അവരെല്ലാവരും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും നല്ല ബന്ധമുള്ള രാജേട്ടൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് ഈ നിയമത്തെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ V സുരേന്ദ്രപിള്ളയായിരുന്നു. അദ്ദേഹത്തിന്റെ മാൻഡേറ്റിൽ ഏതാണ്ട് UDF 17,000 വോട്ടാണ് കിട്ടുന്നത്. അങ്ങനെയാണ് നിയമത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? BJP അക്കൗണ്ട് തുറക്കുന്നത്. അത് BJPക്ക് ഒരു ആശ്വാസമായിരുന്നു. കേരളത്തിൽ ഒരു സീറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സിറ്റിയോട് ചേർന്ന ഒരു മണ്ഡലത്തിൽ കിട്ടുന്ന വളരെ ആശ്വാസമായിരുന്നു. ആ സമയത്ത് ഈ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം പിന്നെ കോർപ്പറേഷൻ്റെ ഭരണം തന്നെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിൽക്കുമ്പോഴാണ് 2016 ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഇവർക്ക് കിട്ടുന്നത്. പിന്നെ BJPയിലോട്ട് വന്നപ്പോഴും ആ കാലത്ത് ഇവർ പടലപ്പിണക്കമായി. അതാണ് BJPയുടെയും പ്രശ്നമായത്. K സുരേന്ദ്രൻ ഒരു പക്ഷം, PK കൃഷ്ണദാസ് ഒരു പക്ഷം, ഇങ്ങനെ BJPക്കാരും അവർക്ക് സെൻട്രൽ അധികാരം ഉണ്ടെങ്കിലും താഴെ തട്ടിലോട്ട് ഇറങ്ങി ജനങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ജനവികാരത്തെ ഉയർത്തുവാൻ കഴിഞ്ഞില്ല. പിന്നെ BJPയിൽ ഒരുപാട് വിഷയം ഉണ്ടായിരുന്ന ആ കാലഘട്ടത്ത് ഈ സ്വർണ്ണ പ്രശ്നം വന്നപ്പം തന്നെ കേന്ദ്രം കേരളവുമായിട്ട് ഇത് ഡീൽ ചെയ്യുന്നു. അതിന് കേരളത്തിലെ പല BJP നേതാക്കൾ ഒത്തുകളിക്കുന്നു. ഈ സമരം പുറത്തേ ഉള്ളെന്നും പറഞ്ഞ് അവരും എന്ത് ചെയ്തു? പല BJP വർക്കേഴ്സും അതിൽ നിന്ന് പുറകോട്ട് വന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ താഴെ ഇറക്കാൻ ഒത്തിരി ഇതായിട്ട് വന്ന സമയത്ത് BJPയുടെ നേതാക്കൾ, അണികളല്ല പല നേതാക്കളും അതിനകത്ത് ആരോപണ വിധേയനായ വ്യക്തിയാണ് K സുരേന്ദ്രൻ. അതുകൊണ്ടാണ് K സുരേന്ദ്രനെ ഇവർ പെതിയെ ഔട്ടാക്കി കളഞ്ഞു. K സുരേന്ദ്രൻ അതിനകത്ത് ആരോപണ വിധേയമായി വളരെ ഇതായിട്ട് മുഖ്യമന്ത്രിയായിട്ട് പല കാര്യങ്ങളും കേസ് സംബന്ധിച്ചൊക്കെ ഡീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് ആ കാലഘട്ടത്തിൽ ആരോപണം നേരിട്ട ഒരു വ്യക്തിയായിരുന്നു ശ്രീ K സുരേന്ദ്രൻ. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ 2016-2021 കാലഘട്ടത്തിൽ കുറച്ചുകൂടെ ഇവർ നിന്നിരുന്നെങ്കിൽ കുറെ കൂടെ ആക്റ്റീവായിട്ട് അവർക്ക് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ എന്തായാലും ആ കാലഘട്ടത്തിൽ ശ്രീ പിണറായി വിജയന് രണ്ടാമതും ഭരണ തുടർച്ചയിലേക്ക് 2026 വന്നു. അത് നമ്മൾ അവലോകനം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2016 to 2021 കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങളിലും പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പുകളും ഉണ്ടെങ്കിൽ പോലും ഇടതുപക്ഷം രണ്ടാമത് അധികാരത്തിൽ വന്നു. അതോടൊപ്പം തന്നെ പിന്നെ കോൺഗ്രസിൻ്റെ പാളയത്തിനകത്ത് ഗ്രൂപ്പിൻ്റെ അതിപ്രസരം ആ 5 വർഷം അവർക്ക് വിനയായിട്ട് മാറി. അന്ന് മറ്റു കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് ഇടപെടുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹം ഏത് വിഷയം ഉണ്ടെങ്കിലും എല്ലാവരെയും വിളിച്ച് സമാധാനത്തോട് സംസാരിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ശാരീരിക ക്ലേശവും ചികിത്സ മറ്റു കാര്യങ്ങളായതുകൊണ്ട് നിയമസഭയായിട്ട് ബന്ധപ്പെട്ടും മറ്റു സമ്മേളനമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ ഒഴിഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം. AK ആന്റണിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ശ്രീ ഉമ്മൻചാണ്ടി സാറിന് ജനങ്ങളുമായിട്ട് ഏറ്റവും അധികം ബന്ധമുള്ളൊരു കാലമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശാരീരിക ക്ലേശവും ഗ്രൂപ്പ് വിഷവും പടലപ്പിണക്കവും കൊണ്ടാണ് കോൺഗ്രസിന് 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു തിരിച്ചുവരവ് അവരുടെ പ്രസ്ഥാനത്തിൽ ഇല്ലാത്തത് കൊണ്ട് 2021 ശ്രീ പിണറായി വിജയൻ ഭരണത്തിൽ വന്നു. BJPക്ക് ആ കാലഘട്ടത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവർ NDA മുന്നണിയൊക്കെ അത്രയും വിപുലമായിട്ടില്ല. പക്ഷേ കേരള നിയമസഭയിൽ താമര ചിഹ്നത്തിൽ ഒരു വ്യക്തി ജയിച്ച് കയറി വരുന്നത് അവർക്ക് നല്ല ഇതായിരുന്നു. ശ്രീരാജേട്ടൻ നമ്മളെല്ലാവരും പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ ഞാനൊരു BJPക്കാരനാണെങ്കിലും കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് പിന്തുണ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ ഈ കോവിഡിന് ശേഷം 2021
ആ കോവിഡിൻ്റെ മധ്യാഹ്ന സമയത്തും കേരളത്തിൽ ഇവർ ഭരിക്കുവാനിടയായി. അതായിരുന്നു 2016 മുതൽ 2021. ഇപ്പം നമ്മുടെ മുമ്പ് 2026 നടക്കാൻ പോവാം. അങ്ങനെയെങ്കിൽ ഈ ഒന്നാം ഭാഗത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഇന്ന് വിലയിരുത്തുന്നത് കഴിഞ്ഞ 5 വർഷത്തെ ഭരണം. അതോടൊപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ നടന്നപ്പോൾ വളരെ മൃഗീയമായ ഭൂരിപക്ഷം കോൺഗ്രസ് ലഭിക്കാനിടയായി. അതുപോലെ തന്നെ BJPക്കും ശക്തമായൊരു തിരിച്ചുവരവുണ്ടായി. പലയിടങ്ങളിലും അവർ സ്കോർ ചെയ്തിട്ടുണ്ട്. അവർ സ്കോർ ചെയ്തു. പല മുനിസിപ്പാലിറ്റികൾ, തിരുവനന്തപുരം കോർപ്പറേഷൻ, ഇതെല്ലാം ഇവർ കൈയടക്കി. അപ്പം ജനത്തിൻ്റെ ചിന്താഗതി 2026 ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ്, മെയ് 14 പെട്ടി തുറക്കുമ്പോൾ ആര് ജയിക്കും, അത് ആര് കേരളത്തിൽ ഭരണത്തിൽ വരുമെന്നുള്ളതാണ്. അതിൻ്റെ അവലോകനത്തിലേക്ക് വരുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഈ സെക്ഷനിൽ പറയാനുള്ളത് 2 പേരും ഒരു 0.5 അല്ലെങ്കിൽ വെറും 4-5% വേരിയേഷനിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ 100 എടുത്തു കഴിഞ്ഞാൽ 40% ഇടതുപക്ഷമെങ്കിൽ 44% UDF, ഇങ്ങനൊരു പക്ഷത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതൊരു മൃഗീയ ഭൂരിപക്ഷം ഇതിന് കിട്ടാൻ സാധ്യതയില്ല. എന്തുകൊണ്ടെന്നുള്ളതും കേരളം ആര് ഭരിക്കും എന്നുള്ളതും അടുത്ത നമ്മുടെ എപ്പിസോഡിൽ വിശകലനത്തിൽ നമുക്ക് കാണാം. 2016 മുതൽ 2021 വരെയും ഈ കേരളം ശ്രീ പിണറായി വിജയൻ ഭരിക്കാനൊരു പ്രത്യേകമായ കാര്യം, അന്നത്തെ ടീം വർക്ക് നല്ലതായിരുന്നു. കോവിഡിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ വലുതായിരുന്നു. മന്ത്രിസഭയിൽ പലരെ പറ്റിയും വലിയ ആരോപണങ്ങൾ വന്നില്ല, ചെറിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും സ്വർണ്ണ വിവാദം കത്തിപ്പടർന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലാതിരിപ്പാൻ അന്നത്തെ ഇടതുപക്ഷ മുന്നണി ശ്രമിക്കുകയും കിറ്റിൽ കൂടെയും സാന്ത്വന പരിപാടികൾ നടത്തി ജനങ്ങൾ അകന്നു പോകാതിരിപ്പാൻ ഒരു കവറേജ് അവർ ഉണ്ടാക്കിയത് കൊണ്ട് 2021 ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വരുവാനിടയായത്. അപ്പൊ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ അവർ നേരിടുന്നതും കേരളത്തിൽ ആർക്കാ സാധ്യത എന്നുള്ളതും വളരെ വ്യക്തമായി അടുത്ത ഞങ്ങളുടെ ഡിബേറ്റിനകത്ത് നിങ്ങൾക്ക് കാണാം. ശ്രദ്ധിച്ച എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അടുത്ത എപ്പിസോഡ് നിങ്ങൾ കാണുവാൻ ഞങ്ങൾ ഒരിക്കൽ കൂടി താല്പര്യപ്പെടുന്നു. ഇന്നത്തെ ക്രിസ്ത്യൻ ഗാരേജിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ ശ്രീ പിണറായി വിജയൻ അവരുടെ നേതൃത്വത്തിൽ നടന്ന ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും എങ്ങനെയാണ് അവർ ഭരണത്തിൽ കടന്നു വന്നതെന്നും എങ്ങനെ അവർക്കൊരു ഭരണ തുടർച്ച ലഭിച്ചു എന്നുമുള്ള കാര്യം കൃത്യമായിട്ട് പാസ്റ്റർ പറയുന്നതൊക്കെ ഇടയായിത്തീർന്നു. വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങൾ വീണ്ടും കാണുക. പ്രിയ കഥാമൃദാസൻ്റെ വിശകലനങ്ങളും വീക്ഷണങ്ങളും നമുക്ക് വീണ്ടും 2ാമത്തെ എപ്പിസോഡിൽ വീണ്ടും കാണാവുന്നതാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ക്രിസ്ത്യൻ ഗാരേജ്.